ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്ന് എന്താണ് യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ്, എന്ത് എനർജിയാണെന്നുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളത് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണേ, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. നോക്കാം എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്, എന്താണ് ഇന്നേ ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ. നോക്കാം ഇന്നത്തെ എനർജി. ഓക്കെ, ഫസ്റ്റ് കാർഡ് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അതായത് ഒരു മൂല്യമുള്ള ഒരു കാര്യത്തെ നോക്കി നിൽക്കുന്നതാണ്. അതായത് നമുക്കുള്ളത് തന്നെയാണ്, പക്ഷേ അത് നമ്മുടെ കയ്യിലേക്ക് വന്നിട്ടില്ല. ഒരു ലോങ് ടേം വ്യൂവിലാണ് അതുള്ളത്. അപ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്ക് ഇത് പണമായിരിക്കാം. അപ്പോൾ പണത്തിൽ നിന്ന് വളരെ ആവശ്യമുണ്ട്. പണം ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പോൾ പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ്, വെയിറ്റിംഗ് എനർജിയാണ് 7 ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നാണ്. ഓക്കെ, അത് പണമാകണമെന്ന് നിർബന്ധമില്ല. ചിലപ്പം ഒരു സ്പിരിച്വൽ യൂണിയനാണ്, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു സ്പിരിച്വൽ യൂണിയനാണ് നടക്കേണ്ടതെങ്കിൽ നിങ്ങൾ ഈ ജന്മം ആ ആളെ എന്തോരം കാത്തിരുന്നാലും അയാൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരത്തില്ല. കാരണം നിങ്ങൾക്ക് തമ്മിലൊരു സ്പിരിച്വൽ യൂണിയനാണ് സംഭവിക്കേണ്ടത്. അപ്പോൾ അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ഹഡിൽസ് ചാടിക്കിടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ലൈഫിൽ കുറേ സമയം നിങ്ങൾ വേദനിച്ചും വിഷമിച്ചും അയാളെ കാത്തിരിക്കുകയും ചെയ്താൽ മാത്രമാണ് അയാളുടെ ലൈഫിലേക്ക് വീണ്ടും നിങ്ങൾക്കൊരു എൻട്രി ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതൊരു സ്പിരിച്വൽ യൂണിയനാണ്, ലോങ് ടേം വ്യൂ ആണ്. ചിലപ്പോൾ ഈ ജന്മം അങ്ങനെ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു റീയൂണിയൻ ചിലപ്പോൾ ഇനി നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയും ഇല്ല. അപ്പോൾ നിങ്ങൾ ഇന്ന് ഒരാളെ കാത്തിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ഇനി ഒരിക്കൽ കൂടി അയാളെ കാണാൻ സാധ്യതയുണ്ടോ? ഒരിക്കൽ കൂടി നിങ്ങൾ മുൻപ് അനുഭവിച്ചിരുന്ന ആ സന്തോഷം, ബ്ലിസ്, ആനന്ദം, അതൊക്കെ വീണ്ടും അയാളെ കാണുമ്പോൾ വീണ്ടും ഒരു റീയൂണിയൻ ഉണ്ടാകാനോ, റീയൂണിയൻ ഉണ്ടായാൽ അതേ ആനന്ദത്തിലേക്ക് തിരിച്ചു പോകാനോ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് ആലോചിക്കണം. ഇനി അങ്ങനെ പറ്റുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ശരിക്കും ഒരു സ്പിരിച്വൽ കണക്ഷനുള്ള റിലേഷൻഷിപ്പാണ്. അത് ചിലപ്പോൾ ഇനി ഈ ജന്മമായിരിക്കില്ല, മറ്റൊരു ജന്മത്തിലായിരിക്കും നിങ്ങൾക്കൊരു കൂടിച്ചേരലുണ്ടാകാൻ സാധ്യത എന്നാണ്. ഓക്കെ, അത് ആളുകളെ കാത്തിരിക്കുന്ന ആളുകളോടാണ് പറഞ്ഞത് കേട്ടോ. പണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ് എങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഇന്നേ ദിവസം നിങ്ങൾക്ക് നീതി കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് കേട്ടോ. ബോട്ടം വന്നേക്കുന്നത് ജസ്റ്റിസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പണത്തിൻ്റെ കാര്യത്തിൽ നീതി ലഭിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് കാണുന്നത്. അപ്പോൾ കാത്തിരിക്കുന്ന കാര്യം എന്ത് തന്നെയായാലും ചിലപ്പോൾ നിങ്ങൾക്ക് വിലപിടിപ്പുള്ള എന്തെങ്കിലും സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ട് അത് തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സർട്ടിഫിക്കറ്റ്സ് ആയിരിക്കാം, നിങ്ങളുടെ വിലപിടിപ്പുള്ള ഗോൾഡ് ഓർണമെൻറ്റ്സോ അങ്ങനെയുള്ള എന്തെങ്കിലും നഷ്ടപ്പെട്ടതായിരിക്കാം, ആധാരം പോലുള്ള എന്തെങ്കിലും സാധനങ്ങൾ നഷ്ടപ്പെട്ടവരായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നേ ദിവസം അത് സെർച്ച് ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അത് പേടിക്കേണ്ട, നിങ്ങളിലേക്ക് തന്നെ വരും, നിങ്ങളുടെ തന്നെയാണ്, നിങ്ങളിലേക്ക് വരും. പക്ഷെ അത് കുറച്ചൊരു സമയമെടുക്കും എന്നുള്ളതാണ്, വെയിറ്റിംഗ് എനർജിയാണ് കേട്ടോ. അപ്പോൾ അതാണ് 7 ഓഫ് പെൻറ്റക്കിൾസ്. സെക്കൻഡ് കാർഡ് ടെമ്പറൻസ് ആണ്. അപ്പോൾ ഇത് തന്നെ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടും. അപ്പോൾ നിങ്ങൾ ആരെ കാത്തിരിക്കുന്നോ അല്ലെങ്കിൽ എന്തിനെ കാത്തിരിക്കുന്നോ അത് നിങ്ങളിലേക്ക് അതൊരു കോംപ്രമൈസിലേക്ക് വരും എന്നുള്ളതാണ്. അത് ചിലപ്പോൾ അതൊരു ഏഞ്ചലിക് വേർഷനായിട്ട്, ഏഞ്ചലിക് വേർഡായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ചെവിയിൽ വന്ന് കേൾക്കുന്ന ഒരു സത്യമായിരിക്കാം. ചിലപ്പോൾ പണം നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് പണം വന്നു ചേർന്ന് നിങ്ങൾക്ക് ഇന്നത്തെ പ്രശ്നത്തിനെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കാം. ഇനി നിങ്ങൾ വഴക്കുണ്ടാക്കി നിൽക്കുന്ന ആളുകളോട് കൂട്ടുകൂടാൻ നിൽക്കുവാണെങ്കിൽ അവിടെയൊക്കെ ഒരു കോംപ്രമൈസ് വരുന്നു എന്നുള്ളതാണ് കേട്ടോ. നിങ്ങളൊരാളെ കാത്തിരിക്കുവാണെങ്കിൽ നിങ്ങൾ ലോങ് ടേമിലേക്കാണ് നോക്കിയിരിക്കുന്നത്. ഒരുപാട് നാളായിട്ടും വരുന്നില്ലാത്ത ഒരാളാണെങ്കിൽ അത് നിങ്ങളുടെ ഒരു സ്പിരിച്വൽ യൂണിയനാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി അതല്ല, ഇടയ്ക്കൊരു വഴക്കൊക്കെ ഉണ്ടാക്കി ചിന്ന ചിന്ന വഴക്കുകളൊക്കെ കഴിഞ്ഞ് കുട്ടി വഴക്കുകളൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നവരാണെങ്കിൽ അവിടെ ഒരു കോംപ്രമൈസ് ഒക്കെ വരാൻ സാധ്യത ഉണ്ടെന്നാണ് ടെമ്പറൻസിൻ്റെ കാർഡ് പറയുന്നത്. പിന്നെ ഇതൊരു ബാലൻസ് വേണം എന്ന് പറയുന്നുണ്ട്. പണം ചിലവാക്കുമ്പോൾ സൂക്ഷിക്കണം. പണം ഒരു തഞ്ചത്തിലൊക്കെ ഒന്ന് പൈസ ചിലവാക്കണം. അത് കാരണം 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ് ആദ്യം വന്നിരിക്കുന്നത്, പെൻറ്റക്കിൾ എനർജിയാണ്. അതുപോലെ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം, സംസാരിക്കുമ്പോഴും ആവശ്യമുള്ളത് മാത്രം സംസാരിക്കുക. പിന്നെ എന്താണോ നമ്മൾ ചെയ്യുന്നത് അതിന് നമുക്ക് വ്യക്തമായ ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം. ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ വരമ്പരായികളെക്കുറിച്ചും നമുക്കൊരു വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. അപ്പോഴാണ് നമുക്കൊരു ബാലൻസിൽ പോകാനായിട്ട് പറ്റുള്ളൂ. എടുത്തു ചാടി എന്തെങ്കിലും ചെയ്തിട്ട് എന്തെങ്കിലും വന്നോട്ടെ എന്ന് വിചാരിച്ചാൽ പിന്നെ വരുന്നതിനെ പിടിക്കാൻ ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും ചെയ്യുന്ന കാര്യത്തിനെക്കുറിച്ച് നല്ല ബോധ്യം ഉണ്ടായിരിക്കണം. പിന്നെ വരുന്ന വരമ്പരായികളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. അവിടെ ഒരു ബാലൻസ് ഉണ്ടാക്കണം എന്നാണ് കാണുന്നത് കേട്ടോ. അതാണ് കോംപ്രമൈസ്, ടെമ്പറൻസ് എന്നൊക്കെ പറഞ്ഞാൽ ബാലൻസിൻ്റെ കാർഡാണേ. ദെൻ ലവേഴ്സാണ്. അപ്പോൾ ഇവിടെ ഒരു റീയൂണിയനാണ്. പാസ്റ്റ് ലൈഫിലുള്ള ഒരു ലവേഴ്സ് ആയിരിക്കാം, പാസ്റ്റ് ലൈഫ് ലവേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ജന്മത്തിൽ ലവേഴ്സ് ആയിട്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു റീയൂണിയൻ പോസിബിലിറ്റി കാണുന്നുണ്ട്.
ഇതൊരു സ്പിരിച്വൽ യൂണിയൻ എന്ന് മാത്രമല്ല, ഇതൊരു സോൾമേറ്റ് യൂണിയൻ ആണ്. ലവേഴ്സ് എന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ലവേഴ്സ് ആയിട്ടിരുന്ന ആളുകളാണ്. അപ്പോൾ ഈ ജന്മവും നിങ്ങൾ ലവേഴ്സ് തന്നെ ആയിരിക്കും. മേ ബി എക്സ്ട്രാ മാരിറ്റൽ അഫെയർസ് ഒക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള സെപ്പറേറ്റായി നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചൊരു കൂടിക്കാഴ്ച മീൻസ് ലവ് ആൻഡ് സെക്ഷുവാലിറ്റിയുടെ കാർഡാണ് ലവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പരസ്പരം കാണാനും നിങ്ങൾ തമ്മിലൊരു യൂണിയനൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയാണ് ലവേഴ്സിൻ്റെ എനർജി പറയുന്നത്. പിന്നെ ഇതെല്ലാം ഒരു ഈക്വലിബ്രിയം ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യുന്നോ അതിൻ്റെ എഫേർട്ടിനനുസരിച്ചുള്ളൊരു റിവാർഡ് കിട്ടുക, എല്ലാവരോടും വളരെ സ്നേഹം തോന്നുക, ഒരു ബാലൻസിലിരിക്കാൻ പറ്റും. ഈ ലവേഴ്സ് എന്നൊക്കെ പറയുന്നത് എപ്പോഴും ബാലൻസിൻ്റെ കാര്യമാണ്. ബാലൻസാണ് നമ്മൾ ഫെമിനൈൻ മസ്കുലൈൻ എനർജി ഒരു ബാലൻസിലൊക്കെ ആയിരിക്കും. നമുക്ക് നമ്മളിൽ തന്നെ ഒരു തൃപ്തി കണ്ടെത്താൻ പറ്റും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് ലവേഴ്സിൻ്റെ കാർഡ് പറയുന്നത്. ഇനി സോൾമേറ്റ് റിയൂണിയൻ വേണ്ടുന്ന ആളുകൾ, അതായത് ലവേഴ്സ് ആയിരുന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുന്ന ആളുകളാണ്. സോൾമേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്കൊരു റിയൂണിയൻ പോസിബിലിറ്റി ഉണ്ടെന്നാണ് ലവേഴ്സ് കാർഡ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് 7 ഓഫ് സോർഡ്സ് ആണ്. ഈ 7 ഓഫ് സോർഡ്സ് ഒരു ട്രിക്കറി, പൊളിറ്റിക്സ്, അതുപോലെ നമ്മൾ ആളുകളെ കാണുന്നതല്ല ശരിക്കുള്ള ആളുകൾ. അപ്പോൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, ഈ ആളുകളുടെയൊക്കെ ഉള്ളിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്കൊരിക്കലും ഒരു മനുഷ്യനെ തുറന്നു നോക്കാൻ പറ്റില്ല. അപ്പോൾ അവരുടെ ഉള്ളിൽ എന്താണെന്ന് നമുക്കൊരിക്കലും അറിയാൻ പറ്റത്തില്ല. അവർ പറഞ്ഞാൽ പോലും അത് സത്യമാണോ എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു പറയുന്നതിലൊക്കെ ഒരു പൊളിറ്റിക്സ് ഉണ്ടോ, അവരവരുടെ സേഫ് ഗാർഡ് ചെയ്തിട്ടാണോ സംസാരിക്കുന്നത് എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അവിടെ ഒരു ചതിയുടെ കാർഡാണ് ഇത്. ചീറ്റിങ്ങിൻ്റെയും ബിട്രയലിൻ്റെയും കാർഡാണ് 7 ഓഫ് സോർഡ്. ഇത് പാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങളെ ചതിച്ചിട്ട് പോയ ആളുകളെക്കുറിച്ച് അവരെ വീണ്ടും കാണുന്നതായിരിക്കാം, അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കാം, അവരോട് നിങ്ങൾ സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വൺസ് അവർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുള്ളവരാണ്. അപ്പോൾ വീണ്ടും അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ അതേ ചീറ്റിങ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണം. വൺസ് നിങ്ങൾ വളരെ സ്നേഹത്തിലിരുന്ന സമയത്താണ് നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിട്ടുള്ളതെങ്കിൽ അന്നത് ചെയ്യാൻ മനസ്സുള്ള ആളുകൾക്ക് ഇനിയും അത് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ ചിലപ്പോൾ ഇന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് എന്നാണ് 7 ഓഫ് സോർഡ്സ് പറയുന്നത്. പാസ്റ്റിലത്തെ ചതിച്ചിട്ട് പോയിട്ടുള്ളവരുടെ കാർഡാണ് 7 ഓഫ് സോർഡ്സ്. അവർ തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. പിന്നെ ഇന്നേ ദിവസം എന്ന് പറയുന്നത് ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചതിക്കപ്പെടുക മീൻസ് നമ്മളെ പറ്റിച്ച ആളുകൾ നമ്മുടെ കയ്യിലുള്ള വസ്തുക്കൾ കൈക്കലാക്കുക, മോഷ്ടിക്കുക, അതായത് നമ്മുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ മറ്റുള്ളവർ മോഷ്ടിക്കുക. മേ ബി അത് മനഃപൂർവ്വം മോഷ്ടിക്കുന്നതായിരിക്കണോ നിർബന്ധമില്ല. ചിലപ്പോൾ അത് മോഷ്ടിക്കപ്പെടുന്നതായിരിക്കാം, അതായത് അവരുടെ കയ്യിൽ പെട്ടുപോകുന്നതായിരിക്കാം. അത് മോഷ്ടിക്കപ്പെടുക എന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിൽ പോലും അവരുടെ കയ്യിൽ പെട്ടുപോകുന്നതായിരിക്കാം. എന്തായാലും നമുക്ക് നമ്മുടെ വസ്തു നഷ്ടപ്പെടുന്ന ഒരു എനർജി ഉണ്ട് കേട്ടോ. അപ്പോൾ ചതിക്കപ്പെടുക എന്നുള്ളൊരു എനർജി ഉണ്ട്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ കൂടെ നിന്നിട്ട് നിങ്ങൾക്ക് എതിരെ മറ്റുള്ളവരോട് നിങ്ങളുടെ കുറ്റം പറഞ്ഞു കൊടുക്കുന്ന ആളുകളുടെ ഒരു സാന്നിധ്യവുമായിരിക്കാം 7 ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത്. അതായത് കൂടെ നിന്നിട്ട് ചതിക്കുന്ന എനർജിയാണ്. കൂടെ നിന്നിട്ട് ചതിക്കണം നിർബന്ധമില്ല, മോസ്റ്റ്ലി അങ്ങനെ തന്നെയാണ് കാണാറുള്ളത്. ഇതന്നെ വിലപിടിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിക്കണം. അതിവിടെയും പറയുന്നുണ്ട് കേട്ടോ. 7 ഓഫ് പെൻറ്റക്കിൾസിലൊക്കെ ഈ വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇന്നേ ദിവസം വളരെയധികം സൂക്ഷിക്കണം. പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ 1-2 കടകളിലൊക്കെ പോയി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളുടെ വില 1-2 സ്ഥലങ്ങളിൽ പോയിട്ട് ഒന്ന് മേക്ക് ഷുവർ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ പോയിട്ട് വാങ്ങിക്കാവുള്ളൂ. അല്ലെങ്കിൽ ചതി പറ്റാൻ സാധ്യതയുണ്ട്, അമളി പറ്റാൻ സാധ്യതയുണ്ട്. ഒരേ വസ്തുവിന് ഒരിടത്ത് ഒരു വില, മറ്റൊരിടത്ത് കൂടിയ വിലയൊക്കെ ആയിരിക്കും. നമ്മൾ പോകാനുള്ള മടി കൊണ്ടൊക്കെ കൂടിയ വിലയുള്ളിടത്ത് പോയി വാങ്ങിച്ച് കഴിയുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് ഇവിടെ ഈ വിലയ്ക്ക് കിട്ടുമായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതാണ് 7 ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത്. ചതിക്കപ്പെടുക എന്നുള്ളതാണ്, ഒരു ബിട്രയലാണ്. അത് മറ്റുള്ളവർ നിങ്ങളോട് ചെയ്യുന്നതായിരിക്കാം. ഇനി നിങ്ങൾക്ക് മറ്റുള്ളവരോട് അങ്ങനെ ഒരു എനർജി ഉണ്ടെങ്കിൽ ദയവേത് നിങ്ങൾ അങ്ങനെ ചെയ്യണ്ട. അതിനെ അങ്ങ് ലെറ്റ് ഗോ ചെയ്ത് വിട്ടേക്കുക. മറ്റുള്ളവരെ ഇന്ന് അവർക്കൊട്ടൊരു പണി കൊടുത്താലോ എന്നൊക്കെ മനസ്സിൽ വന്നാൽ അങ്ങനെ ചെയ്യണ്ട. ചിലപ്പോൾ നമുക്ക് അവരോടുള്ള ദേഷ്യത്തിൻ്റെ വൈരാഗ്യത്തിൻ്റെ ഒക്കെ തോന്നൽ കൊണ്ട് ചിലപ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് തോന്നും, പക്ഷേ അങ്ങനെ ചെയ്യണ്ട. അവർ പൊയ്ക്കോട്ടെ, അവർക്കുള്ളത് കാലം കണക്ക് തീർത്തോളും, അല്ലെങ്കിൽ ദൈവം അവർക്കുള്ള ശിക്ഷ കൊടുത്തോളും. നമ്മൾ ആരെയും ശിക്ഷിക്കാൻ ആളല്ല. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക കേട്ടോ. അതാണ് 7 ഓഫ് സോർഡ്സ്. നെക്സ്റ്റ് കിങ് ഓഫ് കപ്സ് ആണ്. ഇത് വീണ്ടും ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റിയുടെ കാർഡാണ്. നിങ്ങൾ വളരെയധികം സ്നേഹം ഉള്ളിലുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഉള്ളിലുള്ള സ്നേഹം മുഴുവൻ പുറത്ത് പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് ഒരുപക്ഷെ പറ്റുന്നുണ്ടാവത്തില്ല, പല സാഹചര്യങ്ങളെ ഒരേ സമയത്ത് കൈകാര്യം ചെയ്യുന്ന ആളായതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ സ്നേഹം ഉള്ളിൽ അടക്കി പിടിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ മറ്റൊരു മുഖമായിരിക്കും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം ഉണ്ടെങ്കിൽ അതങ്ങ് പ്രകടിപ്പിക്കുക. സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്. ഉള്ളിൽ വെച്ചിട്ട് മറ്റൊരു രൂപത്തിൽ അത് കാണിച്ചാൽ ഒരിക്കലും ഒരാൾക്ക് മനസ്സിലാവില്ല നിങ്ങൾക്ക് അവരോട് സ്നേഹം ഉണ്ടാകുന്നുള്ളത്. അപ്പോൾ സ്നേഹം കൊടുത്തേ നമുക്ക് സ്നേഹം കിട്ടും, വെറുപ്പ് കൊടുത്താൽ വെറുപ്പ് കിട്ടും, ദേഷ്യം കൊടുത്താൽ ദേഷ്യം കിട്ടും. അപ്പോൾ സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങാനാണ് പറയുന്നത്. സ്നേഹമുള്ളത് ഉള്ളിൽ വെക്കാനല്ല, അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. സ്നേഹം കൊണ്ട് ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങളൊക്കെ നമുക്ക് കോംപ്രമൈസ് ആക്കാനായിട്ട് പറ്റും. അപ്പോൾ
ഇന്ന് വളരെ സ്നേഹമുള്ള, എല്ലാവരോടും വളരെ സന്തോഷം, സ്നേഹവും ഒരു അനുകമ്പയും അനുതാപവും ഒക്കെ തോന്നുന്ന ഒരു ദിവസം എന്നാണ് കിങ് ഓഫ് കപ്സ് പറയുന്നത്. ഓക്കെ, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുമെങ്കിൽ പോലും അതിനെയൊക്കെ ഒരു ബാലൻസിൽ കൊണ്ടുപോകാനാണ് പറയുന്നത് കേട്ടോ. രാജാവല്ലേ, കിങ് ഓഫ് കപ്സ് എന്ന് പറയുന്ന രാജാവല്ലേ. അപ്പം രാജാവ് എല്ലാ പ്രജകളെയും തുല്യരായി കാണണം, എല്ലാവരോടും ഒരേപോലെ പെരുമാറണം, എല്ലാവരും ഒരുപോലെ സ്നേഹിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതേ എനർജിയാണ് നമുക്ക് വന്നത്, കിങ്ങിൻ്റെ എനർജിയാണ്. അപ്പോൾ ആ രീതിയിൽ വേണം ഇന്ന ദിവസം പെരുമാറാൻ എന്നാണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് സൺഗാർഡാണ്. സൺഗാർഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിനെസ് ആണ്. ഭയങ്കര ഹാപ്പിനെസ് എന്ന് വെച്ചാൽ നമുക്ക് ഉള്ളിൽ ഒരുപാട് പ്രശ്നവും വിഷമവും വേദനയൊക്കെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഇന്നലെ രാത്രി ഉറങ്ങുന്നത് വരെ ഒരുപാട് മനസ്സിൽ വിഷമം ഉണ്ടായിരിക്കും, മെൻ്റൽ പ്രഷർ ഉണ്ടായിരിക്കും, സങ്കട പെരുമഴ ഉണ്ടായിരിക്കും, ഉറങ്ങിയിട്ടുണ്ടാവത്തില്ല, കരഞ്ഞിട്ടുണ്ടാവും, പെയിൻ അനുഭവിച്ചിട്ടുണ്ടാവും, അതൊക്കെ ഉണ്ടാവും. പക്ഷേ ഇന്ന് രാവിലെ ഉണരുമ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയ ഫ്രഷ്നെസ് ഫീൽ ചെയ്യും, ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും, പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും. അതാണ് സൺഗാർഡ് പറയുന്നത്. പിന്നെ ഇതൊരു അബണ്ടൻസ് ആണ്, സമൃദ്ധിയുടെ ദിവസമാണ്, പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ ദിവസമാണ്. ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾക്കൊരു പുതിയ തുടക്കമാണ്. സൂര്യൻ എപ്പോഴും പുതിയ തുടക്കമാണ്. അതായത് പാസ്റ്റിൽ രാത്രി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹീലിംഗ് നടക്കുന്ന സമയമാണ്, നെഗറ്റിവിറ്റീസിൻ്റെ സമയമാണ് രാത്രി എന്ന് പറയുന്നത്. ഈ നെഗറ്റിവിറ്റീസിനെ എല്ലാം ക്ലെൻസ് ചെയ്തിട്ട് പുതിയതായിട്ട് സൂര്യൻ ഉദിച്ചു വരുന്ന എനർജിയാണ് സൺഗാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിലെ ട്രോമാസ് എല്ലാം ക്ലെൻസ് ചെയ്യപ്പെടുന്നുണ്ട്, നിങ്ങൾ ഹീൽ ചെയ്യപ്പെടുന്നുണ്ട്. ഹീൽ ചെയ്യപ്പെട്ട് നിങ്ങളുടെ ഇന്നർ ചൈൽഡൊക്കെ ഹീൽഡ് ആയിട്ടുള്ള ഒരു പുതിയ തുടക്കത്തിലേക്കാണ് നിങ്ങൾ പോകേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങളുടെ കുഞ്ഞുനാളിലത്തെ നിങ്ങളെ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് കരച്ചിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഇപ്പോഴും ഹീൽ ചെയ്യപ്പെടാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് കണ്ണടച്ചിരുന്ന് സമാധാനമായിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ രൂപ ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ, നിങ്ങളുടെ കുഞ്ഞുനാളിലത്തെ ആ നിങ്ങളെ ഒരു ബെഞ്ചിലോ കസേരയിലോ നിങ്ങളുടെ അടുത്ത് പിടിച്ചിരുത്തുന്ന പോലെ സങ്കല്പിക്കുക. എന്നിട്ട് നിങ്ങളോട് സംസാരിക്കുക. നിങ്ങളുടെ കുഞ്ഞുനാളിലെ നിങ്ങളോട് നിങ്ങളുടെ ഇന്നത്തെ നിങ്ങൾ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. നമുക്കിപ്പോൾ ഇതുണ്ട്, നമുക്ക് വീടുണ്ട്, കാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് സന്തോഷമുള്ള ദിവസങ്ങളാണ്, നമുക്ക് നല്ലതായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ആ കുഞ്ഞ് ഒരുപക്ഷെ അന്നത്തെ ഒരു അനുഭവം വെച്ചിട്ട് ആ ഒരു ഭയത്തിലും പേടിയിലും ഒക്കെ ആയിരിക്കും. അപ്പോൾ അതിനെല്ലാം അതിജീവിച്ച് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുവാണ് ആ കുഞ്ഞിനോട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോൾ അവൻ്റെ ഇന്നർ ചൈൽഡ് അവൻ കുറേ ക്ലെൻസ് ചെയ്യും. അപ്പോൾ നമുക്കും അതിൽ നിന്നൊരു സന്തോഷവും സമാധാനവും കിട്ടും. നമ്മുടെ ഉള്ളിലും നമ്മളിതൊക്കെ നേടിയെടുത്തു, അന്നത്തെ ആ കുട്ടിയുടെ പേടിയൊക്കെ മാറി ഇന്ന് നിൽക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റി എന്ന് നമുക്ക് തോന്നും. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതിന് ഞാനൊന്നും ആയില്ലല്ലോ, എനിക്ക് കടമാണല്ലോ, അല്ലെങ്കിൽ എനിക്ക് വീടില്ലല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾ ഇത്രയും വലുതായില്ലേ, ഒരു പക്ഷേ ആ കുഞ്ഞിനെ എവിടെയെങ്കിലും വഴി പഴിച്ചിരുന്നെങ്കിൽ അവൻ എന്തെല്ലാമൊക്കെ ആകുമായിരുന്നില്ലേ. അപ്പോൾ അതൊന്നും ആകാതെ നിങ്ങൾ ഈ നിൽക്കുന്ന അവസ്ഥയിലെത്തിയില്ല. അപ്പോൾ കുറേ പോസിറ്റിവിറ്റീസ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ദൈവത്തിനോട് നന്ദി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനി വരാൻ പോകുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഫിനാൻഷ്യലി ആണ് നിങ്ങൾക്ക് കുറച്ച് പ്രശ്നമുള്ളതെങ്കിൽ നിങ്ങളുടെ ആ സമയം എത്തിയിട്ടില്ല, നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഒരു നല്ല സെറ്റിൽമെൻറ്റിനുള്ള സമയം ആയിട്ടില്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക, അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ഹെൽത്ത് വൈസ് കുറച്ച് പുറകിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഓക്കെ ആവുന്ന സമയം വരുന്നതേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. ആ നിങ്ങളുടെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള വേർഷനെ നിങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കുക. അപ്പോൾ അവിടേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പോൾ നമ്മൾ ഹീൽ ചെയ്യുന്നതനുസരിച്ച് നമ്മൾ നമ്മുടെ ഇന്നർ ചൈൽഡിനെ കൂടെ ഹീൽ ചെയ്ത് പോകണം. സൺഗാർഡ് ഇന്നർ ചൈൽഡ് ഹീലാവുന്നതിൻ്റെ കാർഡാണ്. പാസ്റ്റിനെ നമുക്ക് ഒരുപാട് ലെറ്റ് ഗോ ചെയ്യാൻ പറ്റുന്നതിൻ്റെ കാർഡാണ്. നമ്മൾ കൂടുതൽ ഹാപ്പി ആവുന്നു എന്നുള്ള കാർഡാണ് സൺഗാർഡ്. ഇത് ചിലപ്പോൾ നിങ്ങൾ ഒരു ലോട്ടറി ഒക്കെ എടുത്ത് ചിലപ്പോൾ ഇന്ന് അടിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് പണം ആവശ്യത്തിന് വന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു പുത്തൻ നല്ലൊരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് നല്ലത് കൊള്ളാലോ, അല്ലെങ്കിൽ നിങ്ങൾ അടിപൊളിയാണ്, സൂപ്പറാ എന്നൊക്കെ പറയുന്നത് കേൾക്കാനുള്ള ഒരു എഫേർട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഭാഗ്യമൊക്കെ ഉണ്ടെന്നാണ് ഈ സൺഗാർഡ് പറയുന്നത്. ഒരു പുതിയ തുടക്കമാണ് സൺഗാർഡ്. ദെൻ 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഉണ്ടല്ലേ, ഞാൻ പറഞ്ഞില്ലേ ഫിനാൻഷ്യൽ അബണ്ടൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. 10 ഓഫ് പെൻറ്റക്കിൾസ് നമുക്ക് ഒരുപാട് പണം, നമ്മുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ പണം സമ്പാദിക്കുന്നു, വീട്ടു ചെലവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വീടിൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പണം സമ്പാദിക്കുന്നു. അത് ഫിനാൻഷ്യൽ അബണ്ടൻസ് ആണ്. 10 സോഴ്സിൽ നിന്നാണ് 10 പണം വരുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് സോഴ്സിൽ നിന്ന്, പല സോഴ്സിൽ നിന്ന് നമ്മളിലേക്ക് പണം വന്ന് ചേരും എന്നാണ് 10 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഇതൊരു ഫാമിലി കാർഡാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വീടിന് വേണ്ടി ധാരാളം പണം സമ്പാദിക്കും, വീടിന് വേണ്ടി ധാരാളം പണം ചെലവഴിക്കും എന്നുള്ളതാണ് 10 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് പണം വന്ന് ചേരും, അബണ്ടൻസ് ആണ്, പണം വന്ന് ചേരും. അതുപോലെ തന്നെ വീടിന് വേണ്ടി ഒരുപാട് പണം സ്പെൻഡ് ചെയ്യുകയും ചെയ്യും എന്നാണ് 10 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. പിന്നെ കുടുംബത്തിൽ ചില മുറുമുറുപ്പുകൾ, കൊച്ചു വഴക്കുകൾ ഒക്കെ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു എനർജി വരുമ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ അതിൽ നിന്ന് ഒഴിവായി നിൽക്കുക എന്നുള്ളതാണ്. എനിക്ക് ആ വഴക്കിൽ പങ്കില്ല. അപ്പോൾ ആ വഴക്കിൽ നിന്ന് നമ്മൾ ഒഴിവായി നിൽക്കുമ്പോൾ ആ ഒരു പോർഷൻ അവിടെ മാറും. ബാക്കിയുള്ളവർ വഴക്കുണ്ടാകുമ്പോൾ നമ്മളതിനെ കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കുക. കൊച്ചു വഴക്കുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് 10 ഓഫ്
പെൻറ്റക്കിൾസ്. അത് ധാരാളം പണം വരുമെന്നും പണം വിനിയോഗിക്കുമെന്നും ആ പണം വിനിയോഗിക്കുന്നിടത്ത് ചിലപ്പം കൊച്ചു കൊച്ചു വർത്തമാനങ്ങളൊക്കെ ഉണ്ടാവാനൊക്കെ സാധ്യത ഉണ്ടെന്നുള്ളതാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് പണം ചിലവാക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം, ഒരു പിശുക്കനെ പോലെ പെരുമാറണം എന്നുള്ളതാണ്. കാരണം പണം നമ്മൾ ഒരുപാട് ഓവർ എക്സ്പെൻഡിച്ചർ ചെയ്താൽ നാളത്തേക്ക് ചിലവാക്കാൻ നമ്മുടെ കയ്യിൽ പണം ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മൾ പണം കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. അത് വളരെ കൺട്രോൾ ചെയ്തിട്ട് വേണം നമ്മൾ പെരുമാറാൻ. അതായത് ആവശ്യത്തിന് മാത്രം പണം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. പണത്തിനെ നമ്മൾ ചിലവാക്കുന്ന രീതി, അതുപോലെ പണം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന രീതിയെ നമ്മളൊന്നും കൂടെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം എന്നാണ്. ഇത് ശരിക്കും 4 ഓഫ് പെൻറ്റക്കിളിൻ്റെ ഒറിജിനൽ കാർഡിൽ പറയുന്നത് തലയിലും വെക്കും, നെഞ്ചത്തും വെക്കും, കാലിൽ ചവിട്ടിയും പിടിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് പറയുന്നത് നമ്മൾ പണത്തിന് വേണ്ടുന്ന മൂല്യം കൊടുക്കുക, പണത്തിനെ നമ്മൾ ഒരു രീതിയിലും അനാവശ്യമായി നമ്മളിൽ നിന്ന് പോകാൻ അനുവദിക്കരുത്. പണത്തിന് വേണ്ടുന്ന മതിപ്പ് നമ്മൾ കൊടുക്കണം. തലയിൽ വെക്കുന്നതുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. ഹൃദയത്തിൽ വെക്കുന്നതുകൊണ്ട് അതിന് ആദരവ് കൊടുക്കണം എന്നാണ്. കാലിൽ ചവിട്ടി പിടിക്കുമ്പോൾ നമ്മൾ അതിനെ വേണ്ട രീതിയിൽ ആവശ്യത്തിന് മാത്രം ചിലവാക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലാണ് ഇന്ന ദിവസം പണം നിങ്ങൾ ചിലവാക്കേണ്ടത്. കുറച്ച് പേർക്ക് പൈസ ബുദ്ധിമുട്ടാകും എന്ന് കാണുന്നുണ്ട്. പണത്തിന് കുറച്ച് ബുദ്ധിമുട്ട്, പണത്തിന് ആവശ്യമുണ്ട്, പക്ഷേ പണം ചിലവഴിക്കാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും, പക്ഷെ അത് ചിലവഴിച്ചാൽ തീർന്നു പോകുമല്ലോ എന്നുള്ളൊരു പേടിയായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു എനർജി കാണുന്നുണ്ട്. അത് പൈസ ഇല്ലാത്തത് കൊണ്ടല്ല, പൈസ ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് അത് ചിലവാക്കുമ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വെച്ചിരിക്കുന്ന പണമായിരിക്കാം അത്. അപ്പോൾ ആ പണം ചിലവാക്കാൻ ഒരു മടി തോന്നും എന്നുള്ളതാണ്. ഈ 7 ഓഫ് പെൻറ്റക്കിൾസും പറയുന്നതേ, നിങ്ങൾ ഈ പണം നേരത്തെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന പൈസ, ആ പൈസ നിങ്ങളുടെ കയ്യിൽ ആ പണം ഓൾറെഡി ഉണ്ട്, പക്ഷേ ആ പണം എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുക. കാരണം നിങ്ങളത് ലോങ് ടേം വ്യൂവിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ആയിരിക്കാം നിങ്ങൾ ആ പണം നിക്ഷേപിച്ചിട്ടുള്ളത്. അപ്പോൾ ആ പണം കയ്യിലേക്ക് കിട്ടാനുള്ളൊരു താമസമായിരിക്കാം, അല്ലെങ്കിൽ ആ പണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ പണം കയ്യിൽ കിട്ടിയാൽ നിങ്ങൾക്ക് പല പദ്ധതികളും കാണും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ്. അതാണ് ഈ 7 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. 4 ഓഫ് പെൻറ്റക്കിൾസ് പണത്തിന് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്, സ്കേഴ്സിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ദെൻ നൈറ്റ് ഓഫ് വാൺസ് ആണ്. ഇത് വളരെ ആവശ്യപ്പെട്ട് നിങ്ങൾ ജോലി ചെയ്യും എന്നുള്ളതാണ്. നിങ്ങൾ വളരെ പാഷനേറ്റ് ആയിട്ട് നിങ്ങളുടെ ജോലിയിൽ മുഴുകും എന്നുള്ളതാണ് നൈറ്റ് ഓഫ് വാൺസ്. വളരെ ആവേശമാണ്, വളരെ ക്വിക്കായിരിക്കും, പെട്ടെന്ന് തീരുമാനം എടുക്കും. ഒറ്റ ബുദ്ധി എന്ന് പറയത്തില്ല, അതാണ് ഒറ്റച്ചാട്ടത്തിനപ്പുറം. അതാണ് പെട്ടെന്ന് തീരുമാനം എടുക്കുക, പെട്ടെന്ന് അത് ചെയ്യുക, അതിൽ വളരെ പാഷനേറ്റ് ആയിട്ടിരിക്കുക എന്നൊക്കെയാണ് നൈറ്റ് ഓഫ് വാൺസ് പറയുന്നത്. പിന്നെ ഒരു ഫിസിക്കൽ അഡ്മിറേഷൻ കൂടുതലായിരിക്കും നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി, നിങ്ങളുടെ പേഴ്സണോട്, നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ്, ഹൂവർ ഇറ്റ് ഈസ്, ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് വല്ലാത്ത ഫിസിക്കൽ അഡ്മിറേഷനും കൂടെ ഉണ്ടാവാൻ സാധ്യതയുള്ള ദിവസമാണ് നൈറ്റ് ഓഫ് വാൺസ്. പിന്നെ ഒരു ഇച്ചിരി എടുത്തിയാട്ടം കൂടുതലായിരിക്കും, അതുപോലെ മറ്റുള്ളവരോട് ആർഗ്യുമെൻ്റ് ഒക്കെ ചെയ്യാനൊക്കെ ഉള്ളൊരു ടെൻഡൻസിയും കൂടുതലായിരിക്കും. ലാസ്റ്റ് കാർഡ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ വീണ്ടും പണം വന്ന് നിറയും എന്നാണ്. അപ്പോൾ ഇവിടെ കുറേ സ്ഥലത്ത് പണം വന്ന് നിറയും, ഒരുപാട് പണം വരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. പണം ചിലവാക്കുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് പണം വെയിറ്റിംഗ് ആണെന്ന് കാണുന്നുണ്ട്. കുറച്ച് പേര് പണം ചിലവാക്കുമ്പോൾ പിശുക്കും എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാം നിങ്ങളുടെ എനർജി അല്ല. നിങ്ങളിതിൽ ഏതാണ്, നിങ്ങൾക്ക് ഏത് കാർഡാണ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതെന്ന് വെച്ചാൽ അതെടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് നിങ്ങൾ ധാരാളം പണം നിങ്ങളിലേക്ക് വന്ന് ചേരും. വീണ്ടും അത് തന്നെയാണ് പറയുന്നത്, ഫിനാൻഷ്യൽ അബണ്ടൻസ് ആണ്. പണം ഒരുപാട് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഈ പണം ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും തുല്യമായി എടുക്കാനുള്ള അവകാശമുള്ള പണമാണ്. പക്ഷേ നമ്മുടെ ഭാഗ്യം കൊണ്ട്, നമ്മുടെ എഫേർട്ട് കൊണ്ട് അത് നമ്മളിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ മറ്റുള്ളവർക്കും കൂടെ അതിൻ്റെ ഒരു ഫലം കിട്ടുന്ന രീതിയിൽ നമ്മളതിനെ കൈകാര്യം ചെയ്യണം. അവർക്കും കൂടെ പറ്റുമെങ്കിൽ നിങ്ങൾ ജനറസ് ആയിട്ട് വളരെ ഉദാരമനസ്കതയോടുകൂടി മറ്റുള്ളവരെയും കൂടെ ഒന്ന് പരിഗണിക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടിരിക്കുക. ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇന്ന് നിർബന്ധമായിട്ടും വേണം. അതുപോലെ ഗ്രൗണ്ടഡ് ആയിരിക്കുക, മറ്റുള്ളവർ പറയുന്നത് കേൾക്കുക, മറ്റുള്ളവരെ ഒന്ന് സമാധാനിപ്പിക്കുക, അവരോടും കൂടി ഒന്ന് കമ്പാഷനേറ്റ് ആയിട്ടൊക്കെ സംസാരിക്കുക എന്നൊക്കെയാണ് ഈ കിങ് ഓഫ് പെൻറ്റക്കിൾസും പറയുന്നത്. ബോട്ടം ജസ്റ്റിസ് ആണ്. അപ്പോൾ ഒരു നീതി നടപ്പിലാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ, ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മണി ബാഡ് കർമ്മ ഉള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ പണത്തിന് നിങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ പണത്തിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ചിലപ്പോൾ ഒരാൾ കാരണമാണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പണത്തിൻ്റെ ബുദ്ധിമുട്ടെങ്കിൽ ആ ആളിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കർമ്മ തീരാനുണ്ടായിരിക്കും. അപ്പോൾ ആ കർമ്മ തീരുന്ന മുറയ്ക്കേ അയാളിൽ നിന്ന് നിങ്ങൾക്ക് ആ പണം കിട്ടുള്ളൂ. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് അവരോട് ദേഷ്യമായിരിക്കും, വൈരാഗ്യമായിരിക്കും. അതെല്ലാം തീർന്ന് ക്ലെൻസ് ആകുമ്പോഴാണ് ആ പണം നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ജസ്റ്റിസ്, ഒരു നീതി നടപ്പിലാവൽ ഇന്ന ദിവസം ഉണ്ടെന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ പണത്തിൻ്റെ കാര്യമാണ് കൂടുതൽ വന്നേക്കുന്നത്. പിന്നെ ലവേഴ്സിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ സോൾമേറ്റ്സ് ആയിട്ടുള്ള ആളുകളുടെ റീയൂണിയൻ ആണ് അവിടെ പറയുന്നത്. ബാക്കി കൂടുതലും വന്നിരിക്കുന്നത് പെൻറ്റക്കിൾസ് ഒക്കെയാണ്. അപ്പോൾ അതുപോലെ സൺ കാർഡ് വന്നിട്ടുണ്ട്, വളരെ പുതിയ തുടക്കം എന്നാണ്. അപ്പോൾ വളരെ നല്ല എനർജീസാണ് ശരിക്കും ഇന്നത്തെ ദിവസം വന്നിട്ടുള്ളത്. വളരെ നല്ല കാർഡുകളാണ്, വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങൾ നല്ല കാര്യങ്ങൾ എൻ്റെ ലൈഫിലേക്ക് വന്നതിന് നന്ദി എന്ന്
എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് ഏറ്റവും നല്ലത് മാത്രം എൻ്റെ ലൈഫിൽ സംഭവിക്കുന്നതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഇനി എന്താണ് ലവ് ഏഞ്ചൽസ് അല്ലെങ്കിൽ റൊമാൻസ് ഏഞ്ചൽസ് ലവേഴ്സിന് കൊടുക്കുന്ന ഗൈഡൻസ് നോക്കാം. എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ്? ഇന്നേ ദിവസം ലവേഴ്സിനുള്ള ഗൈഡൻസ് എന്താണ്? ഫസ്റ്റ് കാർഡ് റിലീജിയസ് ഫാക്ടേഴ്സ് ആണ്. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റക്നെസ് അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അതിനിടയിലുള്ള ഒരു കാരണം എന്ന് പറയുന്നത് റിലീജിയസ് ഫാക്ടേഴ്സ് ആണ്. നിങ്ങൾ ചിലപ്പോൾ 2 ജാതി മതത്തിലൊക്കെ ഉള്ള ആളായിരിക്കും. അപ്പോൾ റിലീജിയസ് ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ടാണ് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ മാറി നിൽക്കുന്നത്. പക്ഷേ അയാൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാരണം മറ്റെന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ചിലപ്പോൾ ഇതും അതിലൊരു കാരണം ആയിരിക്കാം എന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ രണ്ടാമത്തേത് ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ. ഇത് ശരിക്കും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഒരു കാര്യമായിരിക്കും വിചാരിക്കുന്നത്, പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആളോട് നിങ്ങൾ പെരുമാറുന്നത് മറ്റൊരു രീതിയിലായിരിക്കും. അപ്പോൾ ശരിക്കും അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതായത് ഇന്നർ മോസ്റ്റ് സെൽഫിൽ നിങ്ങൾ എന്താണോ അതായിരിക്കില്ല നിങ്ങൾ പുറമേ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ട്. ഉള്ളിൽ ഒരു കാര്യം ആഗ്രഹിക്കുകയും അത് മറ്റുള്ള അത് ട്രാൻസാക്ട് ചെയ്യുന്ന സമയത്ത് അത് വേറൊരു രീതിയിൽ ആവുകയും ചെയ്യുമ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങളുടെ ഉള്ളിലെ എന്താണോ ഉള്ളത് അത് അതുപോലെ പ്രകടിപ്പിക്കുക. എന്നാൽ മാത്രമാണ് റിലേഷൻഷിപ്പുകൾ വളരെ ഡീപ്പ് റൂട്ടഡ് ആവുള്ളൂ എന്നാണ്. അത് ആഴങ്ങളിലേക്ക് വേരോടി പോകേണ്ടതാണ് ബന്ധങ്ങൾ. അപ്പോൾ സന്തോഷത്തിനും സമാധാനത്തിനും മരുന്നുകളാകേണ്ടതാണ് ഈ ബന്ധങ്ങളെന്ന് പറയുന്നത്. അല്ലാതെ ആഴത്തിന് മുറിവേൽപ്പിക്കാനുള്ളതല്ല ബന്ധങ്ങൾ. അപ്പോൾ മനസ്സിലെന്താണോ ഉള്ളത് അത് അതുപോലെ പ്രകടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ദെൻ ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ് യു. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് സഹായം ആവശ്യമുണ്ട്, റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സഹായം നിങ്ങളുടെ കൂട്ടുകാരോട് സഹായം ചോദിക്കാനാണ് പറയുന്നത്. മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ സപ്പോർട്ട് സ്വീകരിക്കാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു ആശയക്കുഴപ്പത്തിലാണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹെൽപ്പ് വേണം എങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാവുന്ന ഒരാളിൽ നിന്നും നിങ്ങളൊരു ഹെൽപ്പ് മേടിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇനി എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. ഫസ്റ്റ് അവിടെ വന്നിട്ട് ആസ്ക് യുവർ ഏഞ്ചൽസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഏഞ്ചൽസ് ഉണ്ടല്ലോ, നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ണടച്ചത് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസിനോട് സഹായം ചോദിക്കുക. ഇന്നത്തെ ദിവസം എനിക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളൊരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുമ്പോൾ എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ണടച്ച് നിങ്ങളുടെ ഏഞ്ചൽസിനെ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസിനോട് ഇരിക്കുക. മൈ ഡിയർ ഗാർഡിയൻ ഏഞ്ചൽ പ്ലീസ് ടു ഹെൽപ്പ് മീ ടു സോർട്ട് ഔട്ട് ദിസ് പ്രോബ്ലം. എനിക്ക് ഈ പ്രോബ്ലത്തിൽ നിന്നൊന്ന് സോർട്ട് ഔട്ട് ചെയ്ത് പുറത്ത് കിടക്കാൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഇൻഡ്യൂഷനിലൂടെ അല്ലെങ്കിൽ ഒരു വചനത്തിലൂടെയെങ്കിലും നിങ്ങൾക്കുള്ള ഉത്തരം കിട്ടിയിരിക്കും. ദെൻ ഇറ്റ്സ് അപ് ടു യു ആണ് കേട്ടോ. അതാണ് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ രാജാവിന്ന്. അപ്പോൾ നിങ്ങൾ തന്നെയാണ് ഇന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. നിങ്ങളെ യൂണിവേഴ്സ് ഏർപ്പെടുത്തിയേക്കുവാണ് നിങ്ങളോട് തന്നെ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്. ഇതെന്താ കണ്ടോ, ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ്. ഇനി ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ടേക്ക് എ ഡിസിഷൻ, ഇറ്റ്സ് അപ് ടു യു എന്ന് പറയുമ്പോൾ നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത്. ഇഫ് യു ആർ നോട്ട് റെഡി ഓർ ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ഡു ഇറ്റ്, യു ഹാവ് ടു ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ്. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഹെൽപ്പ് ചോദിക്കണം എന്നാണ് കേട്ടോ. മറ്റുള്ളവരിൽ നിന്ന് ഹെൽപ്പ് ചോദിച്ച് മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ ഒരു മാർഗനിർദ്ദേശം സ്വീകരിച്ച് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ വളരെ നല്ല ഗൈഡൻസ് ആണ് ഇന്നേ ദിവസം വന്നിട്ടുള്ളത്. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക, വളരെ പോസിറ്റീവ് ആയിട്ടിരിക്കുക. ഇനി എന്തെങ്കിലും കൊച്ചു വഴക്ക് വക്കാണങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനെ വേണ്ട രീതിയിൽ മാനേജ് ചെയ്യുക. അതിനെങ്ങനെ ഊതിപ്പെരിപ്പിക്കുക, നമ്മുടെ ഭാഗത്തുനിന്ന് കുറച്ചും കൂടി എഫേർട്ട് ഇട്ട് അതിനെ വലുതാക്കുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങൾ എത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നോ അത്രയും ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചുറ്റും സംഭവിക്കും. നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളും ഹാപ്പി ആയിരിക്കും. ആദ്യം പറഞ്ഞ പോലെ സ്നേഹം കൊടുത്താൽ സ്നേഹം കിട്ടും, ദേഷ്യം കൊടുത്താൽ ദേഷ്യം കിട്ടും, വെറുപ്പ് കൊടുത്താൽ വെറുപ്പ് കിട്ടും. അപ്പോൾ സന്തോഷത്തോടെ ഇരിക്കുക, സന്തോഷം കൊടുക്കുക, സന്തോഷം മേടിക്കുക. വഴക്കുണ്ടാക്കാൻ വരുന്നവരോട് പോട്ടെ സാരമില്ല, നെക്സ്റ്റ് ടൈം ചെയ്യാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം നമുക്ക് ശരിയാക്കാം എന്നൊരു കൊച്ചു വാക്ക് പറഞ്ഞാൽ അതുകൊണ്ട് പ്രശ്നം സോർട്ട് ഔട്ട് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇന്ന് ഇരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റും കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നാളെ മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു സോ മച്ച്.